കോക്രോച്ച് ജനതാ പാർട്ടി പ്രത്യക്ഷ സമരത്തിന് നീറ്റ് CBSE ചോദ്യപേപ്പർ ചോർച്ചയുടെ പശ്ചാത്തലത്തിൽ ഡൽഹി ജന്തർ മന്ദറിലാണ് സമരം. സമരത്തിന് നേതൃത്വം നൽകാൻ കോക്രോച്ച് പാർട്ടി സ്ഥാപകൻ അഭിജിത്ത് ദീപ്കെ ഇന്ത്യയിലെത്തും. അമേരിക്കയിലെ ബോസ്റ്റണിലുള്ള അഭിജിത്ത് ജൂൺ 6-ന് ഡൽഹിയിലെത്തും. ജന്തർ മന്ദറിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാനെതിരെ സമരിക്കുമെന്നും ലക്ഷ്യത്തോടെയാണ് മടക്കം. ഡൽഹി വിമാനത്താവളത്തിലെത്തുമെന്നും കാൽനടയായി പോലീസ് സ്റ്റേഷനിലെത്തി ജന്തർ മന്ദറിൽ സമരം ചെയ്യാൻ അനുമതി തേടുമെന്നും അഭിജിത്ത് അറിയിച്ചു. ഇൻസ്റ്റഗ്രാം വീഡിയോയിലൂടെ സമരത്തിന് അണിചേരാൻ രാജ്യത്തെ യുവാക്കളോട് അഭിജിത്ത് ആവശ്യപ്പെടുകയായിരുന്നു. സമാധാനപരമായ സമരത്തിനാണ് ആഹ്വാനം. ഒന്നിച്ച് ശബ്ദമുയർത്തിയാൽ അധികാരികൾക്ക് കേൾക്കേണ്ടി വരുമെന്നും അദ്ദേഹം വീഡിയോയിൽ പറഞ്ഞു. നെടുമങ്ങാട് 1.5 വയസ്സുകാരന്റെ മരണത്തിൽ പ്രതിയായ അഷ്കറിന്റെ ആദ്യ ഭാര്യ ആമിനയെ സന്ദർശിച്ച് വനിതാ ശിശു വികസന മന്ത്രി ബിന്ദു കൃഷ്ണ. ആമിനയ്ക്ക് നേരെയുണ്ടായ ആക്രമണം അത്യന്തം ഞെട്ടിപ്പിക്കുന്നതാണ്. കേസിലെ പ്രതി അഷ്കറിനെതിരായ മുൻ പരാതികളുടെ ഉൾപ്പെടെ സമഗ്ര അന്വേഷണം നടത്തും. കേസിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയമിക്കണമെന്ന് ആവശ്യപ്പെടുകയും ഇതിനായി ആഭ്യന്തര വകുപ്പ് മന്ത്രിയെ സമീപിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. അഷ്കറിന്റെ മർദ്ദനത്തിൽ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുകയാണ് ആമിന. ഇന്ന് തന്നെ ആഭ്യന്തരമന്ത്രിക്ക് കത്ത് കൊടുക്കും, ഒരു സ്പെഷ്യൽ ടീമിനെ വെച്ച് അന്വേഷിപ്പിക്കണമെന്ന്. കാരണം എന്തെന്ന് വെച്ചാൽ താങ്കൾ സൂചിപ്പിച്ചതുള്ള വിഷയങ്ങളും ഒപ്പം ഇവരുടെ ഈ പെൺകുട്ടിയുടെ സഹോദരൻ മരണപ്പെട്ടു. അതിലും ആ കുടുംബം ഇപ്പോൾ സംശയം പറയുന്നു. കാരണം പലതവണ പെൺകുട്ടിയുടെ ഉമ്മയെ വണ്ടി ഇടിപ്പിച്ച് കൊല്ലുമെന്നോ സഹോദരനെ മുക്കിക്കൊല്ലുമെന്നോ ഒക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് അവർ പറയുന്നു. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ കുറിച്ച് അന്വേഷിക്കേണ്ടതാണല്ലോ. എന്തായാലും സമഗ്രമായ അന്വേഷണം നടത്തുവാൻ വേണ്ടി ഇന്ന് ആഭ്യന്തര വകുപ്പ് മന്ത്രിക്ക് കത്ത് നൽകും. തിരിച്ചതിന് സർക്കാരിന് സാധ്യമായ എല്ലാ സഹായങ്ങളും ബന്ധപ്പെട്ട മുഖ്യമന്ത്രി അടക്കം ബന്ധപ്പെട്ട വകുപ്പ് മന്ത്രിമാരെ ആലോചിച്ച് ചെയ്യും.